ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമേ. അപ്പൊ ഞാനും ഹരിക്കുട്ടനും അനുവും കൂടെ നേരെ ഈ വെച്ച് പിടിക്കുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. ഇതൊന്ന് ബീച്ചിലൊക്കെ പോയി ഹരിക്കുട്ടനെ ഒന്ന് ചില്ലാക്കിയിട്ട് വരാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. അങ്ങനെ വണ്ടിയെല്ലാം കൊണ്ടേ പാർക്ക് ചെയ്തതിന് ശേഷം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം ബീച്ചിൽ പോണോ അതോ പാർക്കിൽ കയറണോന്ന്. അങ്ങനെ ഏതായാലും അവസാനം ഞങ്ങൾ പാർക്കിൽ കയറിയിട്ട് ബീച്ചിൽ പോകാന്ന് കരുതിയേ. ടിക്കറ്റ് കൗണ്ടറിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് പയ്യെ പയ്യെ ഞങ്ങളുടെ ഊഴായപ്പോഴത്തേക്ക് ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഞാനും ഹരിയും അനുവും കൂടെ നേരെ പാർക്കിനകത്തേക്ക് പോകുവാണ്. പാർക്കിനുള്ളിലേക്ക് കയറി ഹരിനെ ഒന്ന് നിലത്തോട്ട് നിർത്തുമല്ല, ഹരി നേരെ ഒരൊറ്റ ഓട്ടം. പിന്നെ ഹരിയുടെ പുറകെ വെച്ച് പിടിച്ച് ഹരി നേരെ പോണത് ആ കാണുന്ന താറാവിന്റെ മേളിൽ ഇരുന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ടൈമിൽ അത് ഫുള്ളായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ നോക്കുമ്പോൾ നേരെ പോണത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിനെ ഒരു തവളയുടെ ഷേപ്പ് ആയത് കൊണ്ട് കേട്ടോ. ഹരിക്കോട്ടൻ തവളയെ നമ്മളോട് ഓടിച്ചെന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും താറാവൊക്കെ ഫ്രീ ആയി കിടക്കുന്നു. അങ്ങനെ ഹരിക്കോട്ടനെ അതിന്റെ മേളിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ ഇതേപോലെ കറക്കി വിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ കുഞ്ഞുമാവയും കൂടെ അതിന്റെ മേളിൽ കയറാൻ വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ കറങ്ങി കുറേ നേരം കളിച്ചു കേട്ടോ. ഹരിക്കോട്ടന് ആ പാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ താറാവിനെ കേട്ടോ. ചുമ്മാ അങ്ങോട്ട് തന്നെ ഓടി ഓടി ഓടിപ്പോയിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. സ്റ്റൈല് കാണിക്കാൻ എന്റെ മോനെ ഒട്ടും പുറകോട്ടല്ല കേട്ടാ. അവിടെ ചെന്നിട്ട് ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരിയത് പോലും ഇല്ല കേട്ടോ. അത് വെച്ചോണ്ട് ഈ ഓട്ടമായിരുന്നു. ഇതിപ്പോ ഒരു റീൽസ് എടുക്കാൻ പെടുന്ന പാടാണ്. പിന്നെ ആ താറാവിനെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത കളിക്കുന്ന വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോയേ. ഇതിപ്പോ കുറച്ചും കൂടെ വലിയ പിള്ളേർക്ക് പറ്റുന്ന കാര്യമാണ്. എങ്കിലും ബാക്കിയുള്ള പിള്ളേരൊക്കെ അങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറുന്ന കണ്ടിട്ട് ഹരിക്കോട്ടൻ പരിശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസം. എപ്പോഴും പാർക്കിൽ ചെല്ലുമ്പോ ഹരിക്കുട്ടന്റെ സന്തോഷവും ആക്ടിവിറ്റീസ് ഒക്കെ ഡബിൾ ആകും കേട്ടോ. അത്രയും കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും എല്ലാരും കളിക്കുന്ന കാണുമ്പോഴത്തേക്കും പിന്നെ കളിക്കാനുള്ള കുറെ സാധനങ്ങളും കാണുമ്പോഴത്തേക്കും ആള് ഭയങ്കര ഹാപ്പി ആകും. ഇങ്ങനെ ഒത്തിരി നടക്കും. ഒത്തിരി സാധനങ്ങളിൽ കയറത്തില്ല. കാര്യം ആ താറാവിൽ മാത്രമേ കയറത്തുള്ളൂ. ഇന്ന് ആദ്യമായിട്ടാണ് ആ ക്ലൈംബ് ചെയ്ത് കയറുന്നത്. അല്ലാതെ വേറൊന്നിലും കയറത്തില്ല പുള്ളിയെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ തന്നെയാണ് കേട്ടോ. ഈ പാർക്ക് ഉണ്ടല്ലോ രണ്ട് പോർഷനാണ് കേട്ടോ. ഒന്ന് നമുക്ക് ഫ്രീ റൈഡുകളും മറ്റേത് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ടുള്ള റൈഡുകളുമാണ്. അങ്ങനെ ഒരു 50 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഹരിക്കുട്ടനെ നമുക്ക് കാറിൽ കയറ്റാന്ന് കരുതിയേ. മുൻപ് നമ്മളെ ഈ കാറിൽ കയറ്റിയപ്പോ ഹരിക്കുട്ടൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ച് കളിക്കാനും അതിനുള്ള ഓരോ ലൈറ്റ് ഒക്കെ കത്തുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കയറ്റാന്ന് കരുതിയത്. സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് ഹരിക്കുട്ടന് കയറാൻ പറ്റിയത് ഒന്ന് ഈ കാറ്, രണ്ടാമത്തെ ആ ട്രെയിൻ മാത്രം. ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ആ ട്രെയിൻ മാത്രമാണ്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ വലിയ പിള്ളേർക്കുള്ളതാണ്. അങ്ങനെ കാറൊക്കെ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ആള് ഹാപ്പി ആയിരുന്നു. അതൊന്ന് മൂവ് ചെയ്തപ്പോഴത്തേക്കും ആളൊന്ന് പേടിക്കാൻ തുടങ്ങി കേട്ടോ. കാര്യം ഞാനുണ്ടോ പുറകിലെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുമല്ല എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കരച്ചിലായിപ്പോയി. കാര്യം ഒറ്റയ്ക്ക് ഈ വണ്ടി അങ്ങ് മൂവ് ചെയ്തപ്പോൾ ആള് ശരിക്കും പാനിക്കായി കേട്ടോ. പക്ഷെ നേരത്തെയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ അറിവൊക്കെ ആയി വരുന്നോണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഒരു ഭയം കാണിക്കുന്നത്. പാർക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബീച്ചിലോട്ട് പോയപ്പോഴത്തേക്ക് കേട്ടോ അവിടെ ഒരു നാടൻ പാട്ടിന്റെ ട്രൂപ്പ് നിന്ന് പാടുന്നതൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ ഞങ്ങൾ നിന്ന് അതെല്ലാം കേട്ട് ഹരിക്കുട്ടനും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അവരവിടെ പാടുന്നത് നമ്മുടെ വയനാട് സേവ് ചെയ്യാനുള്ള ആ ഒരു ക്യാഷ് കളക്ഷന് വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ എന്നെ കൊണ്ടാകുന്ന സംഭാവനയൊക്കെ ഞാൻ അവർക്ക് നൽകി. കാര്യം നമുക്ക് ആ ഒരു ഇൻസിഡന്റ് ഇപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അല്ലേ. പിന്നെ ഹരിക്ക് നമ്മുടെ ബീച്ചിൽ വന്നാല് എപ്പോഴും വേണ്ടത് ഈ ഒരു കാറ്റാടിയ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ബോളിനോ അങ്ങനെ ഒന്നും വേണ്ട, നമ്മൾ ചോദിച്ചാൽ പോലും വേണ്ടത് ഈ കാറ്റാടിയിട്ട് അങ്ങനെ നടക്കും. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക, കിടക്കുക, അത് തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്